ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ലാബിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലാബ് 20 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇവിടെ എയിമായിട്ട് വരുന്നത് ടു മേക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻവെർട്ടിബിൾ ബൈ റെസ്ട്രിക്റ്റിംഗ് ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഗ്രാഫ്സ്. ടു ഡ്രോ ദ ഗ്രാഫ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ടു ഫൈൻഡ് the value of inverse trigonometric functions from graphs of corresponding trigonometric function and from unit circle. കൂടാതെ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. 4 ആക്ടിവിറ്റിയാണ് ഈ ലാബിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, മേക്കിംഗ് ഇൻവെർട്ടിബിൾ. രണ്ടാമത്തത്, ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ. മൂന്നാമത്തെ, വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻ ഫ്രം ഗ്രാഫ്. ഇത് ML 20.3 എന്ന അപ്ലെറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അവസാനമായി വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഫ്രം യൂണിറ്റ് സർക്കിൾ. ഇതും ML 20.4 എന്ന അപ്ലെറ്റ് ഉപയോഗിച്ചാണ് കണ്ടെത്തുന്നത്. നമുക്കിവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഫങ്ഷൻ ഇൻവെർട്ടിബിൾ ആക്കുകയാണ്. നമുക്കറിയാം, ബേസിക്കായിട്ട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഒന്നും തന്നെ ഇൻവെർട്ടിബിൾ അല്ല. അതായത് ഒരേ സമയം 1 1 അതുപോലെ ഓൺ ടു ആയി വരുന്ന ഫങ്ഷൻ മാത്രമേ ഇൻവേഴ്സ് ആകുകയുള്ളൂ. ഇൻവേഴ്സ് ആക്കുന്നതിൻ്റെ ഭാഗമായി ഫങ്ഷനെ ഒരേ സമയം 1 1 ഓൺ ടു ആക്കി മാറ്റുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൊമൈനും കോഡൊമൈനും റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് നാം ഒരു ഫങ്ഷനെ 1 1 ഓൺ ടു ആക്കി അതുവഴി ഇൻവെർട്ടിബിളുമാക്കി മാറ്റുന്നത്. ആദ്യമായിട്ട് പുതിയൊരു വിൻഡോ, ജിയോജിബ്ര വിൻഡോ എടുക്കുന്നു. അതിൽ തന്നെ ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2 ആക്കി മാറ്റുന്നു. റൈറ്റ് ക്ലിക്ക് അടിച്ച് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയി ഡിസ്റ്റൻസ് ഓഫ് π/2 ആക്കി മാറ്റുന്നു. തുടർന്ന് ഓരോ ഫങ്ഷൻസ് നാം എൻ്റർ ചെയ്യുന്നു. ആദ്യമായിട്ട് സൈൻ എക്സിൻ്റെ കർവ് എൻ്റർ ചെയ്തു. ഈ സൈൻ എക്സിൻ്റെ കർവ് നാം കണ്ടു. ഒരു ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ എൻ്റർ ചെയ്യുന്നു. y = 1. y = എന്ന ലൈൻ കർവിനെ ധാരാളം പോയിന്റുകളിൽ മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, f of -7π/2, f of -3π/2, f of π/2, f of 5π/2 ഈ വാല്യൂ എല്ലാം 1 ആണെന്ന് ചുരുക്കം. അതായത് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻ 1 1 അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ലൈൻ തന്നെ -1 മുതൽ +1 വരെ മാറ്റിക്കൊണ്ടിരുന്നാലും ധാരാളം പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇൻ്റർസെക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒന്നിലധികം പോയിന്റിൽ, അതായത് ഡിഫറൻറ്റ് എലമെൻറ്റ് ഹാസ് ഡിഫറൻറ്റ് ഇമേജ് വരണമെങ്കിൽ ഒന്നുകിൽ -π/2 മുതൽ +π/2 വരെ, അല്ലെങ്കിൽ π/2 മുതൽ 3π/2 വരെ, അല്ലെങ്കിൽ 3π/2 മുതൽ 5π/2 വരെ, ഇങ്ങനെയുള്ള ഇൻ്റർവെല്ലിലേക്ക് മാത്രമായിട്ട് ഈ ഫങ്ഷൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഫങ്ഷൻ 1 1 ആകുള്ളൂ. അതുവഴി ഫങ്ഷൻ ഇൻവെർട്ടിബിളും ആയി മാറുള്ളൂ. ഇതാണ് നാം ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി സൈൻ എക്സിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഒന്നുകിൽ ഓൾജിബ്രൈക് വ്യൂവിൽ ഡബിൾ ക്ലിക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് -π/2 < x < π/2 എന്ന് എൻ്റർ ചെയ്യാം. മറ്റൊരു മെത്തേഡ്, കർവിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെയും -π/2 < x < π/2 എന്ന് എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. മറ്റൊരു മെത്തേഡ്, ഇഫ് എന്നുള്ള കണ്ടീഷൻ ഇൻപുട്ട് ബാറിൽ എൻ്റർ ചെയ്യുന്നു. തുടർന്ന് ഫങ്ഷൻ്റെ പേര് രണ്ടാമതാണ് എൻ്റർ ചെയ്യേണ്ടത്. ആദ്യം കണ്ടീഷൻ, അതായത് -pi/2 < x pi/2, ഫങ്ഷൻ്റെ പേര് എഫ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, പുതിയൊരു ഫങ്ഷനായിട്ട് മാറുന്നു. g(x) എന്ന രീതിയിൽ പഴയ ഫങ്ഷൻ അവിടെ തുടരുകയും ചെയ്യും. അതേസമയം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെയ്താൽ ഇതേ ഫങ്ഷൻ തന്നെ f(x = sin x) എന്ന ഫങ്ഷൻ തന്നെ ഇവിടെ കാണുന്ന g(x)ൻ്റെ രൂപത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഇത്
ഒരേ സമയം രണ്ട് ഫംഗ്ഷനും നമുക്ക് ഒരേ സമയം കാണാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ -π/2 മുതൽ +π/2 വരെ മാത്രമേ സൈൻ എക്സിലെ എക്സിൻ്റെ വാല്യൂ, അതായത് ഡൊമൈനിൽ എക്സിന് -π/2 മുതൽ +π/2 വരെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന വാല്യൂ -1 മുതൽ +1 വരെയുള്ള y വാല്യൂസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് ചുരുക്കം. അതായത് ഫംഗ്ഷൻ്റെ ഡൊമൈൻ -π/2 π/2, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. അതിൻ്റെ റേഞ്ചായിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. നാം ഇവിടെ ഒബ്സർവേഷനായിട്ട് രേഖപ്പെടുത്തേണ്ടത് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ്. സൈൻ എക്സിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ദെൻ നമ്മൾ അടുത്ത ഫംഗ്ഷൻ എൻ്റർ ചെയ്യുന്നു, കോസ് എക്സ്. കോസ് എക്സ് എൻ്റർ ചെയ്തപ്പോഴും ഇതേ രീതിയിൽ തന്നെ സൈൻ കോസ് എന്നുള്ളത് ലിമിറ്റിംഗ് വാല്യൂ നമുക്കറിയാം -1 മുതൽ +1 വരെ വാരി ചെയ്യുന്ന പീരീഡ് 2π വരുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഓരോ 2πയിലും ഫംഗ്ഷൻ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനാൽ തന്നെ ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. നേരത്തെ വ്യത്യാസമുണ്ട്. -π/2 മുതൽ +π/2 വരെ വാരി ചെയ്യുമ്പോൾ ഒരേ എലമെൻറ്റിന് രണ്ട് വാല്യൂസ് ലഭിക്കുന്നു. ഒരേ ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാസ് സെയിം ഇമേജ്. നമുക്കറിയാം f of -π/2 0 ആണ്, f of π/2 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 0 മുതൽ π വരെ വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ π മുതൽ 2π വരെ വരുന്ന ഭാഗത്ത്, -π മുതൽ 0 വരുന്ന ഇൻ്റർവെല്ലിൽ ഒരിക്കലും ഫംഗ്ഷന് ഡിഫറെൻ്റ് എലമെൻറ്റ് തന്നെ മാത്രമേ വരുന്നുള്ളൂ എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇവിടെ 0 മുതൽ π വരെ വരുന്ന ഭാഗം ഡൊമൈനിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. നേരത്തെ അതേ മെത്തേഡിൽ തന്നെ ഇഫ് ആദ്യം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi, കോമ ഇവിടെ ഫംഗ്ഷൻ്റെ പേര് h എന്നാണ്. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 0 മുതൽ π വരെ മാത്രം ഡൊമൈൻ വരുന്ന ഒരു കർവാണ്. അതിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. നാം ഇവിടെ ഒബ്സർവേഷനിൽ എഴുതേണ്ടത് 0π എന്നതാണ് കോസിൻ്റെ ഡൊമൈൻ. അതിൻ്റെ റേഞ്ച് -1 1. അതായത് 0 മുതൽ π വരെ വരുന്ന ഭാഗത്ത് ഫംഗ്ഷൻ ഒരേ സമയം 1 1 ആണ് എന്ന് ചുരുക്കം. ദെൻ അടുത്ത് നാം എൻ്റർ ചെയ്യുന്നത് ടാൻ എക്സിൻ്റെ കർവാണ്. ടാൻ എക്സിൻ്റെ കർവ് എൻ്റർ ചെയ്യുമ്പോൾ നേരത്തെ അതേപോലെ തന്നെ, എന്നാൽ ചെറിയൊരു മാറ്റമുണ്ട്. ദിസ് ടാൻ ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് π ആണ്. ഓരോ π വ്യത്യാസത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർവാണ് ടാൻ ഫംഗ്ഷൻ. അതിനാൽ ഒന്നുകിൽ -π/2 മുതൽ +π/2 വരെ, അല്ലെങ്കിൽ +π/2 മുതൽ 3π/2 വരെ, അല്ലെങ്കിൽ 3π/2 മുതൽ 5π/2 വരെ മാത്രം വരുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് ചുരുക്കം. നാം ഇവിടെ ഫംഗ്ഷൻ -π/2 മുതൽ +π/2 വരെ മാത്രമാക്കി അതിൻ്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ p -pi/2 ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവശ്യമില്ല, ലെസ് ദാൻ x ലെസ് ദാൻ pi/2, കോമ ഫംഗ്ഷൻ്റെ പേര് q എന്നാണ്. ദെൻ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് -π/2 മുതൽ π/2 വരെ മാത്രം ഡൊമൈൻ വരുന്ന ഒരു കർവിൻ്റെ പോർഷനാണ്, ഒരു ഭാഗമാണ്. അതിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 അല്ല, ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. അതുപോലെ തന്നെ റേഞ്ച് എന്നുള്ളത് -∞ മുതൽ +∞ വരെ, അല്ലെങ്കിൽ R സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇതാണ് ഇവിടുത്തെ റേഞ്ച് ആയിട്ട് വരുന്നത്. ഒബ്സർവേഷനിൽ എഴുതേണ്ടത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 R. ഒന്നുകിൽ R എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ -∞, ∞ എന്ന ഇൻ്റർവലും കൊടുക്കാവുന്നതാണ്. ദെൻ
നാം അടുത്ത കർവ് എൻ്റർ ചെയ്യുന്നത് കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സ് എൻ്റർ ചെയ്യുന്നു. കൊസീക്ക് എക്സിൻ ഇതേപോലെ തന്നെ കർവിൻ്റെ ഷേപ്പ് നമുക്കറിയാം. എവിടെയാണോ സൈൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഭാഗങ്ങളിലൊന്നും കൊസീക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എക്സെപ്റ്റ് 1 വരുന്ന വാല്യൂയിൽ. π/2 5π/2 3π/2 ഇങ്ങനെയുള്ള ഭാഗത്ത് ഒഴികെ ബാക്കി ഒരു ഭാഗത്തും കൊസീക്ക് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതും 1 ആക്കുന്നതിൻ്റെ ഭാഗമായി നാം -π/2 മുതൽ +π/2 വരെ വരുന്ന ഭാഗം, അതായത് ഈ ഒരു ഭാഗവും ഇവിടുന്ന് ഈ പകുതി വരെ π/2 വരെ വരുന്ന ഭാഗവുമാക്കി റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നേരത്തെ നിന്ന് വിഭിന്നമായി മറ്റൊരു മെത്തേഡ് പരിചയപ്പെടാൻ വേണ്ടി ലെഫ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് കോമട്ടിട്ട് -pi/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/2 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ വന്ന മാറ്റം എസ് ഓഫ് എക്സ് എന്നുള്ള കർവ് തന്നെ നാം മാറുകയാണ്. മുന്നേ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് രണ്ടും സൈൻ എക്സ് തന്നെയായിരുന്നു. ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ ഫംഗ്ഷന് മാറ്റം വരികയല്ല ചെയ്യുന്നത്, പുതിയ ഒരു ഫംഗ്ഷൻ വരികയാണ് അവിടെ ചെയ്യുന്നത്. വേറൊരു മെത്തേഡ് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇവിടെയും അതെ, നമുക്കറിയാം ഡൊമൈനിൽ വന്ന മാറ്റം -π/2 മുതൽ +π/2 വരെയാണ്. എന്നാൽ ഇവിടെ റേഞ്ചിൽ -∞ മുതൽ ക്ലോസ് ഇൻ്റർവൽ -1 വരെയും കർവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ഇൻ്റർവൽ 1 മുതൽ ഓപ്പൺ ഇൻ്റർവൽ ∞ വരെയും കർവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ഇൻ്റർവെല്ലിൽ പറയാം, അതായത് റേഞ്ചിനെ സൂചിപ്പിക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ -1 ക്ലോസ് ഇൻ്റർവൽ -1 എന്ന പോയിൻ്റ് ഉള്ളത് കൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ -1 ആകണം. അതേപോലെ തന്നെ 1 എന്ന പോയിൻ്റ് ഉള്ളത് കൊണ്ട് ഓപ്പൺ ഇൻ്റർവൽ +1 വരേണ്ടതുണ്ട്. അതിനാൽ ഒബ്സർവേഷനിൽ നാം രേഖപ്പെടുത്തേണ്ടത് കൊസീക്ക് എക്സ് ആണെങ്കിൽ -π/2, π/2 -z0. അതുപോലെ തന്നെ r-1 എന്ന രീതിയിലേക്ക് അതിനെ മാറ്റേണ്ടതുണ്ട്. നമുക്കറിയാം ഈ കർവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ മാത്രമാണിത് 0, അതായത് 0 എന്ന പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ഇവിടെ 0 എന്ന പോയിൻ്റ് ഒഴിവാക്കിയിരിക്കുന്നത്. ദെൻ അടുത്ത ഫംഗ്ഷൻ സീക്ക് എക്സ്, SEC(x). ഇവിടെയും അതെ, സീക്ക് എക്സിൻ്റെയും നമുക്കറിയാം 0 മുതൽ π വരെ വരുന്ന ഭാഗത്ത് മാത്രമേ ഫംഗ്ഷൻ ഒരേ സമയം 1 ആയി വരുന്നുള്ളൂ. ഇവിടെ നാം ചെയ്യുന്നത് കർവിൻ്റെ മുകളിൽ ലെഫ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi ദെൻ എൻ്റർ ചെയ്യുന്നു. ഇപ്പോഴും നമുക്ക് ടി ഓഫ് എക്സിൽ തന്നെ മാറ്റം വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതെ, ഡൊമൈൻ 0 മുതൽ π വരെ, ഇതിൽ π/2 എന്ന പോയിന്റിൽ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഡൊമൈനിൽ, അതായത് x = π/2 എന്ന വാല്യൂ ഈ ഫംഗ്ഷനിൽ ഇല്ല എന്ന് ചുരുക്കം. ഇനി റേഞ്ച് ആയിട്ട് വരുന്നത് -∞ മുതൽ -1 വരെയും 1 മുതൽ ഇൻഫിനിറ്റി വരെയും. -1 എന്ന പോയിന്റും ഉൾപ്പെടുന്നു, 1 എന്ന പോയിന്റും ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റേഞ്ച് ആയിട്ട് വരുന്നത് r- ഓപ്പൺ ഇൻ്റർവൽ -1 നാം ഇവിടെ ഇതിൻ്റെ ഡൊമൈൻ 0π - zπ/2, റേഞ്ച് r- ഓപ്പൺ ഇൻ്റർവൽ -1. ദെൻ അടുത്ത ഫംഗ്ഷൻ cot x. cot xൻ്റെ കർവ് ഇതേ രീതിയിൽ തന്നെ നമുക്കറിയാം. ടാൻ എക്സിസ്റ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ പീരിയോഡിക് വിത്ത് പീരീഡ് പൈ ആണ്. അതായത് 0 മുതൽ π വരെയുള്ള ഒരു ഭാഗത്ത് മാത്രമേ, അല്ലെങ്കിൽ π മുതൽ 2π വരെ വരുന്ന ഭാഗത്ത് മാത്രമേ
കോട്ട് ഫംഗ്ഷൻ 1 1 ആയി മാറുകയുള്ളൂ. ഇവിടെയും അതെ, ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നാം ചെയ്യുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പി ഐ എൻ്റർ ചെയ്തപ്പോൾ 0 മുതൽ പൈ വരെ വരുന്ന ഭാഗത്ത് വരുന്ന കർവ് മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്തു. റേഞ്ച് -∞ മുതൽ +∞ വരെ അല്ലെങ്കിൽ R. ഇതും ഒബ്സർവേഷനിൽ നാം രേഖപ്പെടുത്തേണ്ടത് 0 പൈ R ആണ് റേഞ്ചായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ എല്ലാറ്റിൻ്റെയും ഡൊമൈനും റേഞ്ചും എഴുതുകയാണ് നാം ഇവിടെ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ചെയ്യാനുള്ളത് ഹൈഡ് ഓൾ ഗ്രാഫ്സ് ആൻഡ് സേവ് ദ ജിയോജിബ്ര ഫയൽ ആസ് 20.1. നാം ഇവിടെ ഇതിനെ എല്ലാം ഹൈഡ് ചെയ്യണം. എന്നിട്ട് ഇതിനെ 20.1 എന്ന് പേര് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നാം ഇവിടെ ഇതിനെ 20.1 എന്ന് പേര് കൊടുക്കാം. സേവ് 20.1. തുടർന്ന് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്, സെറ്റ് സൂട്ടബിൾ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ടു മേക്ക് ദം ഇൻവെർട്ടിബിൾ. ഡ്രോ ദെയർ ഗ്രാഫ്സ് ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. യു ക്യാൻ മേക്ക് നെസസറി ചേഞ്ച് ഇൻ ദ മാർക്കിംഗ് ഓൺ ദ എക്സ് ആക്സിസ്. ആദ്യം sin 2x. നമുക്ക് ഒന്നുകിൽ ഇത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു വിൻഡോ എടുക്കുകയും ചെയ്യാം. ഇതിൽ തന്നെ sin 2x. നമ്മളിവിടെ sin 2xൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഈ sin 2xൻ്റെ കർവിലും നമുക്ക് വരുന്ന മാറ്റം നമുക്കറിയാം. 0 മുതൽ π/2 വരെയുണ്ട് മിഡ് പോയിൻറ്റിലാണ് ഏതാണ്ട് ഇവിടെ ഈ വാല്യൂ വരുന്നതെന്ന് കാണാം. നമുക്ക് വേണമെങ്കിൽ ഇതിന് π/4ൻ്റെ മൾട്ടിപ്പിളാക്കി വേണമെങ്കിൽ മാറ്റാം. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതേ കർവ് തന്നെ ഇഫ് കണ്ടീഷൻ ദെൻ വാല്യൂസ്, അതായത് -pi/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/4, ഫംഗ്ഷൻ്റെ പേര് g1. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഈ ഫംഗ്ഷൻ കുറച്ച് ഭാഗത്ത് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. π/4 ആണ് ഇവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷനിൽ. ഒന്നും കൂടി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് sin 2x, pi -pi/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു pi/4 എന്ന് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തപ്പോൾ രണ്ട് ഫംഗ്ഷനും ഒന്ന് നോക്കാം. ഇവിടെ എൻ്റർ ചെയ്തപ്പോൾ നേരത്തെ നിന്ന് മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് നാം ഉദ്ദേശിച്ച രീതിയിലുള്ള ഫംഗ്ഷൻ അല്ല അവിടെ വന്നിരിക്കുന്നത് എന്ന് കാണാം. sin 2x പഴയ ഫംഗ്ഷൻ ഒന്നും കൂടി എൻ്റർ ചെയ്യുന്നു. പഴയ ഫംഗ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ എടുക്കാം. എന്നിട്ട് നാം ഇവിടെ ഇതിൻ്റെ മിനിമം വാല്യൂ എവിടെയാണെന്നൊന്ന് കണ്ടെത്താം. എവിടെയാണ് മിനിമം, എവിടെയാണ് മാക്സിമം. ഇവിടെ -1 മുതൽ +1 വരെ ഒന്ന് കൊടുത്തു. -1 ഇവിടെ 1 വരെ ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്കൊരു മാക്സിമം വാല്യൂ, ഒരു മിനിമം വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ നോക്കാം. π/4. ഈ π/4 തന്നെയാണ് നാം
0.7854 എന്ന് കാണാം. അതായത് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തുമ്പോൾ പി മൈനസ് പി ഐ ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഐ ബൈ 4 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ ഇതേ കർവ് നമുക്ക് ലഭിച്ചു. ഇതിലും അതെ, ഡൊമൈൻ എന്നുള്ളത് -π/4 മുതൽ +π/4 വരെ, അതിൻ്റെ റേഞ്ച് -1 1. -π/4 മുതൽ π/4 വരെ റേഞ്ച് -1 1. ദെൻ അടുത്ത ഫംഗ്ഷൻ 2 cos 3x. 2 cos 3x. 2 cos 3x. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വാല്യൂസ് അറിയില്ല. അതായത് ഇത് -π/2 മുതൽ 0 വരെ, ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു പോയിന്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 0 മുതൽ π/2ൻ്റെ ഈ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ അതേപോലെ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂൾ ഉപയോഗിക്കുന്നു. ആ ടൂൾ ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ എല്ലാം ലഭിക്കും. അതായത് മിനിമം വാല്യൂ 1.0472. ഇതാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിലെ ഏറ്റവും ചെറിയ വാല്യൂ. ഏറ്റവും ചെറിയ വാല്യൂ -2 വരുമ്പോഴുള്ള എക്സ് വാല്യൂ. അതുപോലെ തന്നെ 2 ആണ് മാക്സിമം. 2 വരുമ്പോഴുള്ള എക്സ് കോർഡിനേറ്റ് 0 ആണെന്ന് അറിയാം. അതായത് റേഞ്ച് -2 മുതൽ 2 വരെയാണെന്ന് നമുക്കറിയാം. ഇനി ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 1.0742 എന്നുള്ളതിന് 1.05 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഇതേ കർവിൻ്റെ മുകളിൽ വരുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ നമ്മൾ ഇഫ് നേരത്തെ പോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.05 കോമ ഫംഗ്ഷൻ്റെ പേര് h1. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ആയി മാറുന്നുണ്ട് ഫംഗ്ഷൻ. h of x, h1 of x. അൺനോൺ കമാൻഡ് എന്ന് കാണിക്കുന്നു. നമുക്കിവിടെ cos 3x ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് h of x എന്ന് എൻ്റർ ചെയ്യണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ 2 cos 3x എന്ന് എൻ്റർ ചെയ്താലും മതിയായിരിക്കും. ഇപ്പോൾ നാം എൻ്റർ ചെയ്യുമ്പോൾ cos 3x എന്നുള്ളത് cos x ആയിട്ട് മാറുന്നുണ്ട്. കാരണം h of x ഇവിടെ cos x ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർലാപ്പിംഗ് ആണ് കൂടുതൽ നന്നായിരിക്കുക. ഫംഗ്ഷൻ വ്യത്യാസം പെട്ടുവോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഡൊമൈൻ 0 മുതൽ നമുക്ക് കിട്ടിയ വാല്യൂ 1.05 വരെയാണ്. റേഞ്ച് എന്നുള്ളത് -2 മുതൽ +2 വരെ. ഇത് ഒബ്സർവേഷനിൽ നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം. ഡൊമൈൻ 0 മുതൽ 1.05, അതുപോലെ റേഞ്ച് -2 2. ദെൻ നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്ത ഫംഗ്ഷൻ sec 2x. sec 2x നമുക്കറിയാം. sec 2x ഇതേ രീതിയിൽ കർവ് കാണുമ്പോൾ 0 മുതൽ ഇവിടെ കൃത്യമായിട്ട് π/2 കൃത്യമായിട്ട് കാണാം. കൃത്യമായിട്ട് കാണുന്നതിന് നമുക്ക് ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ഉപയോഗിക്കണമെന്നില്ല. അല്ലാത്ത കേസിലാണ് നാം അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുന്നത് ഇഫ് ആദ്യം കണ്ടീഷനാണ് കൊടുക്കേണ്ടത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 pi/2 കോമ നമുക്കിവിടെ
Q1 ഓഫ് എക്സ് എന്ന് എഴുതിയാൽ മതിയാവില്ല. Q1 എന്നുള്ളത് ടാൻ എക്സ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് സീക്ക് 2x എന്ന് എഴുതിയാൽ മതി. സീക്ക് ബ്രാക്കറ്റിൽ 2x എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് കർവിൽ എന്തെങ്കിലും മാറ്റം വന്നുവോ എന്ന് വളരെ എളുപ്പത്തിൽ പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0 മുതൽ π/2 വരെയാണ് കർവ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റേഞ്ച് -1 മുതൽ +1 വരെ, അതും ഒബ്സർവേഷനിൽ നമുക്ക് രേഖപ്പെടുത്താം. 0 മുതൽ π/2 വരെ, -1 to 1 ആണ് യഥാക്രമം ഡൊമൈനും റേഞ്ചും. ദെൻ അടുത്ത ഫംഗ്ഷൻ നാം എൻ്റർ ചെയ്യുന്നത് sin x/2 sin x/2 sin ബ്രാക്കറ്റ് x/2 sin x/2 sin x/2 നേരത്തെ പോലെ തന്നെ -π മുതൽ +π വരെയാണ് വാരി ചെയ്യുന്നത്. അത്ര ഭാഗത്ത് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്താൽ ഫംഗ്ഷൻ 1 ആയി മാറുന്നു. റേഞ്ച് ഇപ്പോൾ തന്നെ നമുക്കറിയാം -1 to 1 ആണ്. എന്നാലും നമുക്കൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇഫ് ബ്രാക്കറ്റ് -pi ലെസ് ദാൻ or equal to x ലെസ് ദാൻ or equal to pi, ഫംഗ്ഷൻ്റെ പേര് sin ബ്രാക്കറ്റിൽ x/2 എൻ്റർ ചെയ്തപ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ ഓവർലാപ്പിംഗ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ -π മുതൽ +π വരെയാണ് ഡൊമൈൻ, റേഞ്ച് എന്നുള്ളത് -1 to 1, അതും ഒബ്സർവേഷനിൽ നമുക്ക് രേഖപ്പെടുത്താം. ഇത്രയാണ് ഇവിടെ ഈ ആക്ടിവിറ്റിയിൽ വരുന്നത്. ദെൻ ആക്ടിവിറ്റി 20.2 ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇപ്പം നാം ഇവിടെ ചെയ്യുന്നത് പുതിയൊരു ഓപ്പൺ ദ ജിയോജിബ്ര ഫയൽ ആക്ടിവിറ്റി 20.1. നേരത്തെ ഫയൽ എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ പുതിയ 4 ഫംഗ്ഷൻ എൻ്റർ ചെയ്തത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ പുതിയ ഫംഗ്ഷൻ, അതായത് G1 മുതലുള്ളത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. ഇവിടെ അങ്ങനെയല്ല സേവ് ചെയ്തത്, അതുകൊണ്ടാണ് അത് കളയേണ്ടി വരുന്നത്. നാം അതിൽ തന്നെയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഫയൽ ഇവിടെ പറയുന്ന പോലെ 20.1 ആയി മാറിയിട്ടുണ്ട്. മാർക്ക് ദ ഡിസ്റ്റൻസ് ഓൺ എക്സ് ആക്സിസ് ആസ് -1 0 ഇതേപോലെയുള്ള ഇൻറ്റീജേഴ്സ് ആക്കണം. കൂടാതെ y ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2 ആക്കി മാറ്റണം. നാം ഇവിടെ എക്സ് ആക്സിസ് മാറ്റം വരുത്തുന്നു. ഇനി y ആക്സിസ് എന്നുള്ളത് ഡിസ്റ്റൻസ് ഓഫ് π/2 ആക്കി മാറ്റുന്നു. നേരത്തെ എക്സ് ആക്സിസിലായിരുന്നു, ഇപ്പോൾ y ആക്സിസിലേക്ക് മാറ്റി എന്ന് ചുരുക്കം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡ്രോ ദ ലൈൻ y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് എന്ന ലൈൻ എൻ്റർ ചെയ്യുന്നു. ഇൻപുട്ട് ബാറിൽ y ഈക്വൽ ടു എക്സ്, ഇപ്പോൾ ഒരു ലൈൻ എൻ്റർ ചെയ്തു. തുടർന്ന് ഓപ്പൺ ദ ഗ്രാഫ്സ് ഓഫ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് 1 by 1 ആൻഡ് റിഫ്ലക്റ്റ് ദം ഓൺ ദ ലൈൻ y ഈക്വൽ ടു എക്സ് യൂസിങ് റിഫ്ലക്ഷൻ ടൂൾ. നാം ഇവിടെ ഇതിൽ റിഫ്ലക്ഷൻ ടൂൾ, നമുക്കറിയാം റിഫ്ലക്ഷൻ ടൂൾ റിഫ്ലക്ഷൻ എബൌട്ട് എ ലൈൻ, ഇതാണ് നാം ചെയ്യുന്നത്. ആദ്യമായിട്ട് നാം ചെയ്യുന്നത് സൈൻ എക്സിൻ്റെ ഫങ്ഷൻ. ടൂൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ പറയുന്നുണ്ട്. സെലക്ട് ദ ഒബ്ജക്റ്റ് ദെൻ ദ ലൈൻ ഓഫ് റിഫ്ലക്ഷൻ. സൈനിൻ്റെ കർവിൽ ടച്ച് ചെയ്തു, ദെൻ ക്ലിക്ക് ഓൺ ദ ലൈൻ y ഈക്വൽ ടു എക്സ്. ഇപ്പോൾ y ഈക്വൽ ടു എക്സ് ചെയ്തപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് കിട്ടിയത്. ഈ സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഇവിടെ ഡൊമൈനായിട്ട് വന്നിട്ടുള്ളത് -1 മുതൽ +1 വരെ. ഇനി അതിൻ്റെ റേഞ്ച് y വാരി ചെയ്യുന്നത് -π/2 മുതൽ +π/2 വരെ.
രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ചുരുക്കം. അതായത് ഒബ്സർവേഷനിൽ നാം രേഖപ്പെടുത്തേണ്ടത് സൈൻ ഇൻവേഴ്സ് എക്സ് -1 ഡൊമൈനായിട്ടും റേഞ്ച് -π/2 π/2 ആയിട്ടും രേഖപ്പെടുത്തുന്നു. ദെൻ അടുത്ത് നമ്മൾ ചെയ്യുന്നത് കോസ് എക്സ്, അതായത് പി ഓഫ് എക്സ്. നേരത്തെ അതേപോലെ തന്നെ റിഫ്ലക്ഷൻ, ആദ്യം കർവിലും തുടർന്ന് y = x എന്ന ലൈനിലും. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. കോസ് ഇൻവേഴ്സ് വാരി ചെയ്യുന്നത് നമുക്കറിയാം, ഡൊമൈൻ -1 മുതൽ +1 വരെ, അതിൻ്റെ റേഞ്ച് -1 to 1. ഡൊമൈൻ വാരി ചെയ്യുന്നത് -1 to 1 ആണ്. റേഞ്ച് വരുന്നത് 0 മുതൽ π വരെ. y വാരീസ് ഫ്രം 0 to π. ക്ലോസ് ഇൻ്റർവൽ 0 to ക്ലോസ് ഇൻ്റർവൽ π. ദെൻ അടുത്ത് നമ്മൾ ടാൻ എക്സ് നോക്കുന്നു. ടാൻ r of x. ഇതാണ് നമ്മൾ ടാൻ എക്സിൻ്റെ കർവ്. നേരത്തെ സെയിം മെത്തേഡ് പ്രകാരം ആദ്യം കർവിലും തുടർന്ന് y = x എന്ന ലൈനിലും ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കർവാണ്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഫ്രം -∞ to +∞ വരെ വാരീസ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ R, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് ചുരുക്കം. ഇനി ഈ വാല്യൂ വാരി ചെയ്യുന്നത് -π/2. നമുക്കറിയാം ഈ കർവും ഈ y = -π/2 എന്ന ലൈനും ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ y = π/2 എന്ന ലൈനും കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ് എന്ന് ചുരുക്കം. നമ്മൾ ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്, റേഞ്ച് ആയിട്ട് വരുന്നത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. നാം രേഖപ്പെടുത്തേണ്ടത് ടാൻ ഇൻവേഴ്സ് ക്യാപിറ്റൽ R ആണ്, റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. ദെൻ നെക്സ്റ്റ് നാം ചെയ്യുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇതാണ് നമ്മുടെ കൊസീക്ക് ഇൻവേഴ്സ്. റിഫ്ലക്ഷൻ എബൌട്ട് എ ലൈൻ, ആദ്യം കർവിലും തുടർന്ന് ലൈനിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നേരത്തെ അതേപോലെ തന്നെ ഇവിടെ വാരി ചെയ്യുന്നത് -∞ മുതൽ 1 വരെയും -1 വരെയും 1 മുതൽ ∞ വരെയും എക്സ് വാല്യൂ സ്വീകരിക്കാം. അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. -1 to 1, -1ഉം ഇല്ല +1ഉം ഇല്ല. അതായത് ഓപ്പൺ ഇൻ്റർവൽ -1 1ൽ മാത്രമേ എക്സ് വാല്യൂ സ്വീകരിക്കാൻ കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് ബുദ്ധിമുട്ടുള്ളൂ. അതായത് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനായിട്ട് വരുന്നത് R- ഓപ്പൺ ഇൻ്റർവൽ -1 1. ഇനി റേഞ്ച് ഇതേ രീതിയിൽ തന്നെ ഈ ലൈൻ, ഈ കർവ് പോകുന്നത് 0യിലേക്കാണ്. 0യിൽ പക്ഷേ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അതായത് 0 എന്ന പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഈ പോയിൻ്റും 0യിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് -π/2 മുതൽ +π/2 വരെ, അതിൽ തന്നെ 0 എന്ന പോയിൻ്റ് ഒഴികെ മാത്രമാണ് ഫംഗ്ഷന് y വാല്യൂ ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഡൊമൈനിനെ ഇങ്ങനെ പറയാം, R- ഓപ്പൺ ഇൻ്റർവൽ -1 1. ഇനി റേഞ്ച് ആയിട്ട് വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 സെറ്റ് 0 എന്ന് പറയാം. ഇതാണ് കൊസീക്ക് ഇൻവേഴ്സ്. ദെൻ നെക്സ്റ്റ് സീക്ക് ഇൻവേഴ്സ് T of x. സീക്ക് ഇൻവേഴ്സായി സെയിം മെത്തേഡ് പ്രകാരം കർവിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ y = x എന്ന ലൈൻ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് നേരത്തെ അതേ മെത്തേഡ് പോലെ തന്നെ R- ഓപ്പൺ ഇൻ്റർവൽ -1 1 എന്നത് ഡൊമൈനായിട്ടും 0 മുതൽ π വരെ, ആ 0 മുതൽ π വരെയുള്ളതിൽ π/2 എന്ന ലൈനിൽ ഒരിക്കലും ഫംഗ്ഷൻ്റെ വാല്യൂ ലഭിക്കുന്നില്ല. അതുകൊണ്ട് 0 മുതൽ π വരെയുള്ളതിൽ നിന്ന് സെറ്റ് π/2 എന്ന ഒരേ ഒരു പോയിൻ്റ് റേഞ്ചിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇവിടെ
സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ 0 പൈ മൈനസ് സെറ്റ് പൈ ബൈ 2. ദെൻ അടുത്ത ഫംഗ്ഷൻ കോട്ട് ഇൻവേഴ്സ്. കോട്ടെക്സ് ആദ്യം എടുക്കുന്നു. ദെൻ കോട്ടെക്സിൻ്റെ റിഫ്ലക്ഷൻ എബൌട്ട് ദ ലൈൻ y = x. അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ. റേഞ്ച് എന്നുള്ളത് 0 മുതൽ പൈ വരെ. 0 മുതൽ പൈ വരെയിൽ 0 എന്ന പോയിൻ്റ് ഒരിക്കലും വരുന്നില്ല. അതുപോലെ പൈ എന്ന പോയിൻറ്റും വരുന്നില്ല. ഓപ്പൺ ഇൻ്റർവൽ ആണെന്ന് ചുരുക്കം. കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ആയിട്ട് വരുന്നത് ക്യാപിറ്റൽ ആർ ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതായത് ഡൊമൈൻ ക്യാപിറ്റൽ ആർ, റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ 0 പൈ. ഇതാണ് നാം ഇവിടെ ഒബ്സർവേഷനിൽ രേഖപ്പെടുത്താനുള്ളത്. ദെൻ റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അതെല്ലാം കഴിഞ്ഞു. വി ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് യൂസിങ് ഇൻപുട്ട് കമാൻഡ്. ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈൻ ഇൻവേഴ്സിനെ രേഖപ്പെടുത്താം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സൈൻ ഇൻവേഴ്സ് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? സൈൻ ഇൻവേഴ്സ് എക്സ്. നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ശരിയാണോ എന്നൊന്ന് നോക്കാം. ഇവിടെ സൈൻ ഇൻവേഴ്സ്, ഇതാണ് നമുക്ക് കിട്ടിയ സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ്. അതായത് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ്, എൻ്റർ ചെയ്യാനുള്ളത് സൈൻ ഇൻവേഴ്സ് എക്സ്. ബ്രാക്കറ്റിൽ എക്സ്. ഇപ്പോൾ നമുക്കൊരു കർവ് ലഭിച്ചു. ഈ കർവ് നേരത്തെ കിട്ടിയ അതേ കർവ് തന്നെയാണ്. ഓവർലാപ്പിംഗ് ആണ് എന്ന് കാണാം. ഇങ്ങനെയും നമുക്ക് ഇൻവേഴ്സ് കാണാം. ദെൻ അടുത്തത് കോസ് ഇൻവേഴ്സ്. നാം എൻ്റർ ചെയ്യുന്നു കോസ്, ദെൻ -1 ബ്രാക്കറ്റിൽ എക്സ്. ഇപ്പോൾ നമുക്ക് കോസ് ഇൻവേഴ്സിൻ്റെ കർവ് ലഭിച്ചു. ആദ്യം കണ്ട കോസ് ഇൻവേഴ്സാണിത്. ഇപ്പോൾ കണ്ട കോസ് ഇൻവേഴ്സ് രണ്ടും സെയിം തന്നെയാണെന്ന് കണ്ടെത്താം. ഇതേ രീതിയിൽ ഓരോ ഫംഗ്ഷനും നമുക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യുകയും ചെയ്യാം. ഇനി ടാൻ ഇൻവേഴ്സ്. നേരത്തെ അതേപോലെ ടാൻ ഇൻവേഴ്സ്. ടാൻ ദെൻ ബ്രാക്കറ്റിൽ എക്സ്. ഇപ്പം നമുക്ക് കിട്ടിയത് ടാൻ ഇൻവേഴ്സ്. നേരത്തെ കോസ് ഇൻവേഴ്സ് ഹൈഡ് ചെയ്യുന്നു. ഇതായിരുന്നു നാം കണ്ട വാല്യൂസ്. ടാൻ ഇൻവേഴ്സ് രണ്ടും ഓവർലാപ്പിംഗ് ആണ്. ടാൻ ഇൻവേഴ്സ്. ദെൻ അടുത്ത കൊസീക്ക് ഇൻവേഴ്സും ഇതേ രീതിയിൽ നമുക്ക് എൻ്റർ ചെയ്യാം. സീക്ക് ഇൻവേഴ്സ് എൻ്റർ ചെയ്യാം. കോട്ട് ഇൻവേഴ്സും ഇതേ രീതിയിൽ ഡയറക്റ്റായിട്ട് വി ക്യാൻ ഈസിലി എൻ്റർ. ഇങ്ങനെ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നതാണ് പറയുന്നതിൻ്റെ മീനിങ്. ദെൻ ആക്ടിവിറ്റി 20.3 വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഫ്രം ഗ്രാഫ്. അതിനാദ്യമായിട്ട് നമുക്കൊരു അപ്ലെറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്ലെറ്റ് 20.3 ഇതാണ് നമുക്കുള്ള റെഡിമെയ്ഡ് അപ്ലെറ്റ്. ഇവിടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ വാല്യൂ കാണുകയാണ് ഇവിടെ നാം ചെയ്യുന്നത്. അതായത് we have to find the values of inverse trigonometric functions from the graph of corresponding trigonometric functions. നമുക്ക് ആദ്യമായിട്ടൊരു എന്തൊക്കെയാണ് ഈ അപ്ലെറ്റിൽ പറയുന്നത് എന്ന് നോക്കാം. അതായത് ഈ അപ്ലെറ്റിൽ 2 ഇൻപുട്ട് ബോക്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫങ്ഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയും മറ്റൊന്ന് സ്ലൈഡർ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. എ എന്നത് y ആക്സിസിലെ പോയിൻ്റാണ്. അതിലെ കോർഡിനേറ്റ്സ് ആണ് 0a. സിയുടെ എക്സ് കോർഡിനേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എഫ് ഇൻവേഴ്സ് എ. നമുക്കിവിടെ കാണാനുള്ളത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സൈൻ ഇൻവേഴ്സ് 0.5, അതുപോലെ സൈൻ ഇൻവേഴ്സ് -1/√2. ഈ 2 വാല്യൂ ആണ് നാം കാണുന്നത്. അതിനുവേണ്ടി നാം ഇതിൽ ചെയ്യാനുള്ളത്, അതായത് സൈൻ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്,
0.05, അതായത് എ എന്ന സ്ലൈഡറിൽ നാം ചെയ്യുന്നത് 0.5 എന്ന് എൻ്റർ ചെയ്യുന്നു. 0.5 എന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ സിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മുടെ ആൻസർ, അതായത് 0.52. അതായത് സൈൻ ഇൻവേഴ്സ് 0.5 എന്ന് പറഞ്ഞാൽ 0.52. ദെൻ സൈൻ ഇൻവേഴ്സ് നമുക്ക് അടുത്ത് വേണ്ടത് -1/√2, -1/√2 SQRT 2 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ √2 കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ അതായത് -1/√2, 1/√2 ചെയ്തപ്പോൾ 0.79 എന്ന് കിട്ടി. ഇതാണ് നാം ഇവിടെ രേഖപ്പെടുത്തുന്നത്. ദെൻ അടുത്തത് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. If possible, write in terms of pi. Otherwise, write in decimal form. Sin inverse √3/2. ഇതേ അപ്ലറ്റിലാണ് നാം ചെയ്യുന്നത്. Sin inverse √3/2. ഫംഗ്ഷൻ സൈൻ തന്നെയാണ്. ഇപ്പോൾ സൈനിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഇവിടെ ചെയ്യാനുള്ളത് √3/2 SQRT √3 ദെൻ ബൈ റൂട്ട് ഒന്നിച്ച് വന്നതുകൊണ്ട് നാം 4 എൻട്രി ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ അതായത് 1.05 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഇത് അതായത് സൈനിൻ്റെ വാല്യൂ √3/2 കിട്ടുന്ന വാല്യൂ നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ ഈ ആക്സിസിനെ ഒന്ന് മാറ്റം വരുത്താണ്. ഈ ആക്സിസിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഒന്ന് വേണമെങ്കിൽ മാറ്റുമ്പോൾ ഇൻ ടേംസ് ഓഫ് നമുക്ക് എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/4 പകരം വേണമെങ്കിൽ π/6 അല്ലെങ്കിൽ π/3 മാറ്റാം. നാം π/6 ആക്കി മാറ്റുന്നു. ഇവിടെ π/6 ആക്കി മാറ്റിയപ്പോൾ നമുക്ക് കിട്ടിയത് π/3. ഒന്നുകിൽ നമുക്ക് π/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.05. അതായത് സൈൻ ഇൻവേഴ്സ് √3/2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് √3/4 ആണ് എഴുതിയിട്ടുള്ളത്. 4 റൂട്ടിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് സൈൻ ഇൻവേഴ്സ് √3/2 ഒന്നുകിൽ 1.05 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ π/3 എന്ന് എൻ്റർ ചെയ്യാം. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് സൈൻ ഇൻവേഴ്സ് √3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ എൻ്റർ ചെയ്യാൻ കൂടുതൽ എളുപ്പം 0 മുതൽ π/2 വരെയാണ് കോസ് ഇൻവേഴ്സിൻ്റെ എല്ലാം വാല്യൂ വരിക. 0 മുതൽ π വരെയാണ്. ടാൻ ഇൻവേഴ്സ് നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 5. ടാൻ ഇൻവേഴ്സ് ആകുമ്പോൾ ഇവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇവിടെ ടാൻ എന്ന് കൊടുത്താൽ മതിയായിരിക്കും. ടാൻ എന്ന് എൻ്റർ ചെയ്യുന്നു, ഫംഗ്ഷൻ മാറി. ഇനി നമുക്ക് ഇവിടെ 5 കൊടുത്താൽ മതിയായിരിക്കും. 5 എൻ്റർ ചെയ്താൽ മതി. ഇപ്പോൾ 5 എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1.37 എന്നാണ്. അതായത് ടാൻ ഇൻവേഴ്സ് 5 = 1.37. ദെൻ അടുത്ത നമുക്ക് തൊട്ടടുത്ത വാല്യൂ ആയ കൊസീക്ക് ഇൻവേഴ്സ് -2 കൊടുക്കാം. കാരണം കൊസീക്കും -π/2 മുതൽ +π/2 വരെ വാരി ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതുകൊണ്ട് നാം അടുത്തത് ചെയ്യുന്നത് കൊസീക്ക് ഇൻവേഴ്സ്. ഇവിടെ കൊസീക്ക് എന്ന് എൻ്റർ ചെയ്താൽ മതിയായിരിക്കും. കൊസീക്ക്. ഇപ്പോൾ ഫംഗ്ഷൻ മാറി. കൊസീക്ക് ഇൻവേഴ്സ് -2 എന്ന് എൻ്റർ ചെയ്യുന്നു. -2 കൊസീക്ക് ഇൻവേഴ്സ് x -π/2 <x <π/2. ആൻസർ -2 എൻ്റർ ചെയ്യുന്നു. കൊസീക്ക്
എക്സ് COSE എന്നേ അടിച്ചുള്ളൂ. കൊസീക്സ് മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു കൊസീക്ക് എക്സ് പുറത്താണ് എൻ്റർ ചെയ്തത്. യെസ്, കൊസീക്ക് ഇൻവേഴ്സ് -2 നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ ഇതാ, ഒന്നുകിൽ -0.52 എന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ -π/6. ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ -π/6. എൻ്റർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വന്നാൽ പോലും അപ്ലെറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം എൻ്റർ ചെയ്യാൻ എന്ന് ചുരുക്കം. നമുക്കിനി അടുത്തത് ചെയ്യാനുള്ളത് അടുത്ത വാല്യൂ കോട്ട് ഇൻവേഴ്സ് എൻ്റർ ചെയ്യാം. നാം കോസ് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും മാറ്റുന്നത് ഇൻ്റർവൽ കൂടി മാറ്റേണ്ടതുണ്ട്. 0 മുതൽ π വരെ മാറ്റണം. അതുകൊണ്ടാണ് അടുത്തത് കോട്ട് ഇൻവേഴ്സ് ചെയ്യുന്നത്. കോട്ട് ഇൻവേഴ്സ് -4. കോട്ട് ഇൻവേഴ്സ് ഇവിടെ കോട്ടാക്കി മാറ്റുന്നു. COT കോട്ട് ഇൻവേഴ്സ്. ഇപ്പോൾ കോട്ടിൻ്റെ കർവ് ലഭിച്ചു. ഇനി ഇവിടെ -4 ആക്കി മാറ്റിയാൽ മതി. -4 ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ -0.24. കോട്ടിൻ്റെ വാല്യൂ -0.24 എന്ന് കിട്ടി. ദെൻ അടുത്ത നമ്മൾ ചെയ്യുന്നത് ബാക്കി വിട്ടുപോയത് രണ്ടാമത്തെ കോസ് ഇൻവേഴ്സ് 0.5 കോസ് ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസാക്കി മാറ്റണം. ഇവിടെ π/2 പകരം π ആക്കി മാറ്റേണ്ടതുണ്ട്. പിന്നെ ഇവിടെ 0 ആക്കി മാറ്റേണ്ടതുണ്ട്. 0 മുതൽ π വരെ. ഇതുകൊണ്ടാണ് നാം കോസും സീക്കും പിന്നീട് മാറ്റിവെച്ചത്. എപ്പോഴും ഇൻ്റർവെൽ മാറ്റുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ മാറ്റുന്നതാണ്. കോസ് ഇൻവേഴ്സ് 0.5 എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1.05, അതായത് π/3. ആൻസർ π/3. അതുകൊണ്ട് ഇതിനനുസരിച്ച് എക്സ് ആക്സിസ് ഒന്ന് മൾട്ടിപ്പിൾ ഓഫ് π/6 ആക്കി മാറ്റുന്നത് കൂടുതൽ നന്നായിരിക്കും. ദെൻ അടുത്തത് സീക്ക് ഇൻവേഴ്സ്. സീക്ക് ഇൻവേഴ്സ് ആകുമ്പോഴും ഇൻ്റർവെൽ മാറ്റേണ്ടതില്ല. സീക്ക് എൻ്റർ ചെയ്തു. ഫങ്ഷൻ മാറിയിട്ടുണ്ട്. 2/√3. ആൻസർ 2/√3. 2/SQRT√3. ഇപ്പോഴും നമുക്ക് കിട്ടിയത് 0.52. അതായത് സീക്ക് ഇൻവേഴ്സ് 2/√3 എന്നുള്ളത് പ്ലസ് π/6 എന്നതാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ഓരോ വാല്യൂയും സീക്ക് ഇൻവേഴ്സ് കിട്ടിയിട്ടുള്ളത് 2/√3യുടെ വാല്യൂ π/6 അല്ലെങ്കിൽ 0.52. നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് പൈ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടാൻ ഇൻവേഴ്സും അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സിനും പൈയുടെ മൾട്ടിപ്പിൾ ആക്കാൻ സാധിക്കുന്നില്ല. ദെൻ അടുത്തത് ആക്ടിവിറ്റി 20.4 വാല്യൂ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഫ്രം യൂണിറ്റ് സർക്കിൾ. ഇതും അതെ റെഡിമെയ്ഡ് അപ്ലെറ്റ് ഉപയോഗിച്ചാണ് നാം ചെയ്യുന്നത്. അതായത് 20.4 എന്ന അപ്ലെറ്റ്. നമുക്കറിയാം സൈൻ എക്സും അതുപോലെ തന്നെ കോസ് എക്സും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് സർക്കിളുമായി കണക്ട് ചെയ്തിട്ടാണ്. അതായത് സെൻറ്റർ ഒറിജിൻ. അതുകൊണ്ടും കൂടിയാണ് ട്രിഗണോമെട്രി ഫങ്ഷൻസിനെ സർക്കുലർ ഫങ്ഷൻ എന്നും പറയാൻ കാരണം. കൂടാതെ ഇവിടെ അപ്ലെറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു യൂണിറ്റ് സർക്കിളാണ് തന്നിട്ടുള്ളത്. അതായത് ആംഗിൾ AOP എന്നത് എക്സ് റേഡിയൻ ആയാൽ പി എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സ് ആണെന്നും പി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് സൈൻ എക്സ് ആണ് എന്നും നമുക്കറിയാം. ഈ സമയത്ത്
ആർക്ക് എ പിയുടെ ലെങ്ത്ത് എക്സ് ആയിരിക്കും. പി എന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കോസ് എക്സും അതുപോലെ തന്നെ പി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് സൈൻ എക്സും ആയിരിക്കും ആംഗിൾ എ ഒ പി എന്നുള്ളത് എക്സ് റേഡിയൻ ആണെങ്കിൽ. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഈ അപ്ലെറ്റ് ML 20.4 വർക്ക് ചെയ്യുന്നത്. ഇവിടെ അപ്ലെറ്റിൽ പറയുന്ന പോലെ തന്നെ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എ we can find the values of sin inverse A, cos inverse A or tan inverse A. കൂടാതെ we can change the value of A using slider ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. If we select the checkbox sign, we get semicircular radius 1 on the opposite side of x-axis and a point B with y coordinate A moving along y-axis according to A. Aക്ക് അനുസരിച്ച് മാറുന്നു എന്നർത്ഥം. അതായത് നമുക്കിതിനെ ഇവിടെയുള്ളത് ഒരു സ്ലൈഡർ എ ഉണ്ട്, സൈൻ കോസ് ടാൻ എന്നീ ഫംഗ്ഷൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. പിന്നെ കൂടാതെ ഇവിടെ സൈൻ നേരത്തെ സൂചിപ്പിച്ചു ആർക്കിൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് ഇവിടുത്തെ ആംഗിൾ എ ഒ പി വരുന്നത് എന്നർത്ഥം. അതായത് സൈൻ ആക്റ്റീവ് ആകുമ്പോൾ സൈൻ 0.85 കാണാൻ വേണ്ടി ആർക്ക് ലെങ്ത്ത് 0.85 ആക്കുന്നു. ആ സമയത്ത് പിയുടെ വൈ കോർഡിനേറ്റ് 0.75 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, സൈൻ ആർക്ക് ലെങ്ത്ത് അതായത് 0.85 എന്നത് 0.75, സൈൻ ആർക്ക് ലെങ്ത്ത് ഓർ എക്സിൻ്റെ വാല്യൂ 0.85 റേഡിയൻ ആണ്. അതായത് സൈൻ 0.85 ഈക്വൽ ടു 0.75. തിരിച്ച് സൈൻ ഇൻവേഴ്സ് എന്താണോ എയുടെ വാല്യൂ വരുന്നത് അതാണ് ഇവിടുത്തെ ആർക്ക് ലെങ്ത്തായിട്ട് നാം കാണേണ്ടത് എന്ന് ചുരുക്കം. സൈൻ ഇൻവേഴ്സ് 0.75 ഈക്വൽ ടു 0.85. അതായത് ബിയുടെ വൈ കോർഡിനേറ്റ് 0.75 ആക്കിയാൽ അതായത് സ്ലൈഡർ എ ഈക്വൽ ടു 0.75 വന്നാൽ സൈൻ ഇൻവേഴ്സ് 0.75 ഈക്വൽ ടു 0.85 എന്ന് ചുരുക്കം. കൂടാതെ പിയുടെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവും ആയി നാം കണക്കാക്കണം. ഇതാണ് അപ്ലെറ്റിനെ പറ്റിയിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നോക്കാം. In a similar manner we can find cos inverse A for a value of A. അതായത് കോസ് ആക്റ്റീവ് ആക്കിയാൽ ഇതേ രീതിയിൽ തന്നെ വാരി ചെയ്യുന്നു. നമുക്കറിയാം സൈൻ ഇൻവേഴ്സിൻ്റെ -π/2 മുതൽ +π/2 വരെയാണ്. കോസ് ആണെങ്കിൽ 0 മുതൽ π വരെയാണ് എന്നർത്ഥം. ടാൻ ആണെങ്കിലും ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ -π/2, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ +π/2 ആയും ആംഗിൾ മെഷർ ചെയ്യണമെന്ന് ചുരുക്കം. ഇനി ഇവിടെ ഒരു ചോദ്യം, ദ ഫിഗർ ഗിവൺ എബവ് ഷോസ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് 2 ഈക്വൽ ടു രണ്ടാമത്തെ ഫിഗറാണ് 1.11. ഡിസ്കസ് ദ റീസൺ. അതിൻ്റെ റീസണാണ് നമുക്ക് കാണാനുള്ളത്. നമുക്കറിയാം ടാൻ 1.11 കാണാൻ ആർക്ക് ലെങ്ത്ത് 1.11 ആക്കുകയാണ് നാം ചെയ്യുന്നത്. പിയുടെ വൈ കോർഡിനേറ്റ് 2 ആണ്. അതായത് ടാൻ 1.11 എന്നുള്ളത് 2 ആണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം ടാൻ ഇൻവേഴ്സ് 2 എന്നത് 1.11. അതായത് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് 1 യൂണിറ്റ്. ഹെൻസ് ആർക്ക് ലെങ്ത് ഈസ് സെയിം ആസ് ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്റർ. ആർക്ക് ലെങ്ത്തും ആംഗിൾ സബ്ടെൻഡഡ് അറ്റ് ദ സെൻറ്ററും ഈക്വലാണ്. നമുക്കറിയാം 1.1 റേഡിയൻ, ആർക്കിൻ്റെ ലെങ്ത്തും 1.1. അതായത് ടു ഫൈൻഡ് ടാൻ 1.11 we make the arc length as 1.11 and tan 1.11 is 2. Therefore we can easily say that tan inverse 2 equal to 1.11.
ഇതാണ് അതിൻ്റെ കാരണം. നമുക്ക് ആ കാരണം ഇങ്ങനെ രേഖപ്പെടുത്താം. എന്താണ് കാരണം എന്നുള്ളത്? The radius of the circle is 1 unit, hence arc length is same as the angle subtended at the center. To find tan 1.11, we make the arc length as 1.11 and tan 1.11 is 2. Therefore, we can easily say that tan inverse 2 equal to 1.11. Then, നമുക്ക് അടുത്തൊന്ന് discuss a method to find tan inverse A using the applet for a given value of A. എങ്ങനെയാണ് അത് കാണുന്നത് എന്ന്. അതായത് ആൻസറായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. To find tan inverse A, take the value in the slider as A. tan inverse A കാണാൻ സ്ലൈഡറിൽ A ആക്കി മാറ്റുന്നു. tan inverse 5.5 ആക്കണമെങ്കിൽ സ്ലൈഡറിൽ എയുടെ വാല്യൂ 5.5 ആക്കി മാറ്റുന്നു എന്ന് ചുരുക്കം. ദെൻ അവസാനമായി യൂസിങ് ദ അപ്ലെറ്റ് ഫൈൻഡ് ദ ഫോളോയിങ് വാല്യൂസ്. ഈ വാല്യൂസ് ആണ് കാണേണ്ടത്. സൈൻ ഇൻവേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വാല്യൂ, കോസ് ഇൻവേഴ്സിൻ്റെയും ഒരു പോസിറ്റീവ് നെഗറ്റീവ്, ടാൻ ഇൻവേഴ്സിൻ്റെയും ഒരു പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് സൈൻ ഇൻവേഴ്സ് 0.4. അപ്പോൾ നാം ഇവിടെ ചെയ്യുന്നത് സൈനിൻ്റെ ഇവിടെ സ്ലൈഡറിൽ 0.4 ആക്കി മാറ്റുന്നു. 0.4 ആക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നോക്കാം. 0.4 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആർക്കിൻ്റെ ലെങ്ത്ത് 0.41. അതായത് സൈൻ ഇൻവേഴ്സ് 0.4 ഈക്വൽ ടു 0.41 എന്നതാണ് നമുക്ക് കിട്ടിയ ആൻസർ. നമുക്ക് സൈനിൻ്റെ തന്നെ അടുത്ത വാല്യൂ ഒന്ന് നോക്കാം. സൈൻ ഇൻവേഴ്സ് -0.6 ഇത് മാറ്റുന്നു. -0.6 മൈനസ് ആകുമ്പോൾ നെഗറ്റീവായിട്ട് വേണം പരിഗണിക്കാൻ എന്നർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ 0.54. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, നെഗറ്റീവായിട്ട് പരിഗണിക്കണം. അപ്പോൾ -0.54 ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. നമ്മൾ രേഖപ്പെടുത്തേണ്ടത് സൈൻ ഇൻവേഴ്സ് നാം ഒന്നിച്ച് ചെയ്തു എന്ന് മാത്രം. 0.41 - 0.54. ദെൻ അടുത്ത വാല്യൂ നാം ചെയ്യുന്നത് കോസ് ഇൻവേഴ്സിൻ്റെയാണ്. കോസ് ഇൻവേഴ്സിൻ്റെ 0.8ഉം 0.5ഉം കാണുന്നു. കോസ് ഇൻവേഴ്സ് അപ്പോൾ നാം കോസാക്കി മാറ്റുന്നു. കോസ് ഇൻവേഴ്സ് സ്ലൈഡറിൽ ഇവിടെ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ ആദ്യം ചെയ്യാം. സൈനിൻ്റെ വാല്യൂ -0.5 ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് കോസ് 0 മുതൽ പൈ വരെയാണ്. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത്ത് 2.09 ആണ്. 2.09 ഇതാണ് നമുക്ക് കിട്ടിയ കോസ് ഇൻവേഴ്സ് -0.5. ദെൻ കോസ് ഇൻവേഴ്സ് 0.8 നോക്കാം. 0.8 കോസ് ഇൻവേഴ്സ് 0.8 0.64 ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. കോസിൻ്റെ വാല്യൂസ് 0.64ഉം കിട്ടി. പിന്നെ നേരത്തെ കിട്ടിയത് 2.09. ദെൻ അപ്ലെറ്റിൽ നാം ടാൻ ആക്കി മാറ്റുന്നു. ദെൻ ടാനിൻ്റെ വാല്യൂ 5ഉം വേണം -3ഉമാണ് കാണാനുള്ളത്. ടാനിൻ്റെ വാല്യൂ ഇപ്പോൾ നാം ചെയ്യണത് 5 ആണ്. ടാനിൻ്റെ വാല്യൂ 5 കിട്ടുമ്പോൾ 5ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടാനിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ നമുക്ക് കിട്ടിയത് 1.37. ദെൻ ടാനിൻ്റെ വാല്യൂ -3 വരുമ്പോൾ എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ടാനിൻ്റെ വാല്യൂ -3. ടാനിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ടാനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുന്നത് -π/2 മുതൽ +π/2 വരെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ടാൻ ഇൻവേഴ്സ് -3 സ്ലൈഡറിൽ -3 വാല്യൂ കൊടുത്തപ്പോൾ കിട്ടിയത് 1.25. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1.25
ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് -1.25 എന്ന് വേണം കൊടുക്കാൻ. ആംഗിൾ ആയാലും അതുപോലെ തന്നെ ഈ ആർക്കിൻ്റെ വാല്യൂ ആയാലും. അപ്പോൾ നമുക്ക് കിട്ടിയത് -1.25, അതുപോലെ തന്നെ 1.37. ഇതാണ് ഈ ലാബിലുള്ള, അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. നാം ഇവിടെ 4 ആക്ടിവിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഈ 4 ആക്ടിവിറ്റിയിൽ അവസാന 2 അപ്ലെറ്റ് ഉപയോഗിച്ചാണ്, ആദ്യത്തെ 2 അപ്ലെറ്റ് ഉപയോഗിക്കാതെയാണ്. കൂടാതെ എങ്ങനെയാണ് ഇൻവെർട്ടിബിളാക്കി മാറ്റുന്നത് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് എന്നതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.